السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കാത്തിനെ സംബന്ധിച്ചാണ് നോമ്പിന്റെ പാഠത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിന്റെ 5 ഘടകങ്ങളിൽ ഒന്നാണ് ധനത്തിന്റെ തോതനുസരിച്ച് സക്കാത്ത് കൊടുക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബുനിയൽ ഇസ്ലാമു അലാ 50. 5 ഘടകങ്ങളുടെ മേലിലാണ് വിശുദ്ധ ഇസ്ലാമിന്റെ അസ്ഥിവാരം ഇടപെട്ടിരിക്കുന്നത്. അതിലൊന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതരാണെന്നും മനസ്സിൽ ബോധ്യപ്പെടുകയും അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യലാണ്. രണ്ടാമത്തത് നിസ്കാരം കൃത്യമായി സമയത്തും അതിന്റെ വ്യവസ്ഥകൾ പാലിച്ചും നിർവഹിക്കലാണ്. മൂന്നാമത്തത് സക്കാത്ത് കൊടുക്കലാണ്. നാലാമത്തത് റമദാനിലെ നോമ്പും. അഞ്ചാമത്തത് ശാരീരികമായും സാമ്പത്തികമായും യാത്രാ സംബന്ധമായും അനുകൂല സാഹചര്യമുള്ളവർ കഅബയിലെത്തി ഹജ്ജ് നിർവഹിക്കലാണ്. ഇതിലെ മൂന്നാമത്തെ കാര്യമായിട്ടുള്ള സക്കാത്ത്, അത് വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. സമൂഹത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും എന്ന ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അത് ഈ ലോകത്തിന്റെ സന്തുലിതാവസ്ഥക്ക് ആവശ്യവുമാണ്. എല്ലാവരും പണക്കാരായാൽ ഇവിടെ ഒരു സംഗതി നടക്കൂല, എല്ലാവരും പാവപ്പെട്ടവരായാലും ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ സ്മൂത്തായ മുന്നോട്ടുള്ള ഗമനത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഏറ്റവ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഹിക്മത്താകുന്നു ഇവിടെ പണക്കാരും പണിക്കാരും എന്ന വ്യത്യസ്ത കാറ്റഗറികളെ സംവിധാനിച്ചത്. അപ്പൊ ഇവിടുത്തെ പണക്കാരനിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ചില ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭിക്കേണ്ടതുണ്ട്. ആ ലഭിക്കേണ്ട അവകാശങ്ങൾ പലപ്പോഴും പണക്കാരന്റെ ഔദാര്യമായിരിക്കില്ല, പാവപ്പെട്ടവന്റെ അവകാശമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ അവകാശം നേടിയെടുക്കാൻ ആവശ്യമായ വിഷയത്തിൽ വളരെ ശക്തമായ ശ്രദ്ധ വിശുദ്ധ ഇസ്ലാം പാവപ്പെട്ടവന് വേണ്ടി ചെലുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരു ഹദീസിൽ, ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, മൻ ആതാഹുല്ലാഹു മാലൻ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ധനം നൽകി, ഫലം യുഅദ്ദി സക്കാത്തഹു, എന്നിട്ട് അവൻ അതിന്റെ സക്കാത്ത് കൊടുത്തു വീട്ടിയില്ല എങ്കിൽ മുസ്തിന ലഹു ശുജാഅൻ നഖറ, അതിന് നാളെ പരലോകത്ത് അവന് ഒരു വലിയ പാമ്പായി രൂപാന്തരപ്പെടുത്തപ്പെടുന്നതാണ്. ലഹു സബീബത്താനി, ആ പാമ്പിന്റെ കണ്ണിന്റെ മുകളിൽ കറുത്ത 2 പുള്ളികൾ ഉണ്ടാകും. അത് ആ പാമ്പിന്റെ ഗാംഭീര്യം വെളിവാക്കുന്ന ഒരു സംഗതിയാണ്. യുതവഖുഹു യൗമൽ ഖിയാമത്തി, ആ പാമ്പിനെ ഇവന്റെ കഴുത്തിൽ മാലയായി അണിയിച്ചു കൊടുക്കപ്പെടും പരലോകത്ത്. യഖുദു ബിലഹ്സിബതൈഹി യാനി ബിശിദ്ഖൈഹി, ആ പാമ്പിന്റെ 2 വായയുടെ ഭാഗം കൊണ്ട് ആ പാമ്പ് ഇവനെ പിടിക്കും, ഇവനെ കൊത്തും, ഇവനെ കടിക്കും. യഖൂൽ, ആ കടിക്കുന്ന സമയത്ത് ആ പാമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും, അന മാലുക് അന കൻസുക്, ഞാൻ നിന്റെ ധനവും നീ നിധി പോലെ സൂക്ഷിച്ചു വെച്ച സാധനവുമാണ്. എന്നിട്ട് സുമ്മ തലാ ഹാദിഹിൽ ആയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി പറയുന്ന ആയത്തോതി, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർള് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. 3-ാം അധ്യായം സൂറത്ത് ആല ഇംറാന്റെ 180-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. എന്താണ് ആയത്തിൽ പറയുന്നത്? വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ ചെലവഴിക്കാൻ കടമയുള്ളത് ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്ന ആരും വിചാരിക്കേണ്ടതില്ല. ഹുവ ഖൈറൻ ലഹും, അത് അവർക്ക് ഗുണകരമാണെന്ന്, ഈ സമ്പത്ത് തനിക്ക് വലിയ ഉപകാരമായി വലിയ ഗുണമായി അവർ വിചാരിക്കേണ്ടതില്ല. ബൽ ഹുവ ശർറുൻ ലഹും, മറിച്ച് അതവർക്ക് തിന്മയാകുന്നു, അതവർക്ക് ദോഷമാകുന്നു. കാരണം എന്താ? സയുതവഖൂന മാ ബഖിലൂ ബിഹി, അവർ പിശുക്ക് കാണിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെച്ച ആ ധനം കൊണ്ട്
നാളെ പരലോകത്ത് അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തപ്പെടുന്നതാണ്. സയുതബ്ബഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവർ പിശുക്ക് കാണിച്ച് സൂക്ഷിച്ചു വെച്ച ധനം ഒരു മാലയായി അവരുടെ കഴുത്തിൽ അണിയിക്കപ്പെടുന്നതാണ്. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരം അത് അള്ളാഹുവിനുള്ളതാകുന്നു. അതിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പടച്ചവൻ പറയുന്നത് അനുസരിക്കലാണ് മറ്റുള്ളവരുടെ ബാധ്യത എന്നർത്ഥം. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു തആല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന ആലി ഇമ്രാൻ സൂറത്തിന്റെ 180-ാമത്തെ ആയത്ത് എന്നിട്ട് റസൂലുള്ളാഹി ഓതി. അപ്പോ ആ ആയത്തിൽ പറഞ്ഞ മാല ചാർത്തുക എന്നതിന്റെ വിശദീകരണമാണ് റസൂലുള്ളാഹിന്റെ ഹദീസിൽ വന്നിട്ടുള്ളത്. ധനമുള്ളവർ ആ ധനത്തിന്റെ തോതനുസരിച്ച് സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ആ സക്കാത്ത് കൊടുക്കാതെ നിധി പോലെ സൂക്ഷിച്ചു വെച്ച തന്റെ സമ്പത്ത് നാളെ പരലോകത്ത് തന്നെ തിരിഞ്ഞുകൊത്തുന്ന ഒരു പാമ്പിന്റെ രൂപത്തിൽ കഴുത്തിൽ മാലയായി അണിയിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കി, ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഒരു ചെറിയ പാമ്പെങ്ങാനും നമ്മുടെ കഴുത്തിൽ ചുറ്റിയാൽ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ശരീരത്തിൽ ഒരു പാമ്പൊന്ന് വരിഞ്ഞു മുറുക്കിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉരുകി ഒലിക്കുന്ന, അങ്ങനെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ലേ? എന്നാൽ പിന്നെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ ഭാഗമായി നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പാമ്പിനെ അല്ലാഹു തആല ചാർത്തി തന്നാൽ ആ പാമ്പിനെ സഹിക്കാൻ നമുക്ക് സാധിക്കുമോ? എന്നു മാത്രമല്ല, ആ പാമ്പിവനെ അവന്റെ മുഖത്ത് കടിച്ചുകൊണ്ട്, അവന്റെ ശരീരത്തിൽ കടിച്ചുകൊണ്ട് ആ പാമ്പിന്റേതായിട്ടുള്ള ഒരു ഡയലോഗുണ്ട്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അബിഷിർ. ചില റിപ്പോർട്ടുകളിൽ അങ്ങനെയും കാണാം, അബിഷിർ, നീ സന്തോഷിച്ചോളൂ സഹോദര, അന മാലുക്ക് അന കൻസുക്ക്, ഞാൻ നിന്റെ ധനമാണ്, ഞാൻ നിന്റെ നിധിയാണ്, അഥവാ അവകാശികൾക്ക് പോലും കൊടുക്കാതെ നീ സൂക്ഷിച്ചു വെച്ച ആ നിധിയാണ് ഞാൻ, അതുകൊണ്ട് നീ സന്തോഷിച്ചോളൂ എന്ന് പറയും എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ, സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ അതിന്റെ വ്യവസ്ഥാപിതമായ ശൈലിയിൽ തന്നെ സക്കാത്ത് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതും അത് ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ടതും തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കാത്ത് എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. വളർച്ച എന്നതിന് അർത്ഥമുണ്ട്, അതേപോലെ സംസ്കരണം എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. സംസ്കരണം എന്ന് പറഞ്ഞാൽ ആ ധനത്തിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശം അവർക്ക് നൽകുമ്പോൾ തന്റെ ധനം ബാക്കി ശുദ്ധിയായി. അത് നൽകാത്ത കാലത്തോളം അവരുടെ ധനവും കൂടെ വിനിമയം നടത്തി മറ്റുള്ളവന്റെ കാശ് കൊണ്ട് കേമനാവുക എന്ന ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലാണ് താൻ ഉണ്ടാവുക എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം അവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതേപോലെ തന്നെ ഇത് വളർച്ചയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നു. നമാ എന്ന് സക്കാത്തിന് മറ്റൊരർത്ഥമുണ്ട്. വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ സക്കാത്തായി നൽകുന്ന ഓരോ ഫിൽസും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെ പരലോകത്തേക്കും വലിയൊരു മുതൽക്കൂട്ടായി, ഏറ്റവും വലിയൊരു സന്തോഷമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചു വെക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ സക്കാത്തും അതേപോലെ തന്നെ അതിന്റെ താഴെയുള്ള സദഖയുമൊക്കെ നമ്മുടെ സമ്പത്തിൽ നിന്നുള്ള ചുരുക്കമല്ല, മറിച്ച് അത് നമുക്ക് ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചു വെക്കപ്പെടുന്നതാണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൽ ഒരു ആടിനെ അറുത്തു. ആ ആടിന്റെ മാംസമൊക്കെ മറ്റു വീടുകളിലേക്ക് സപ്ലൈ ചെയ്തു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ചോദിച്ചു, ആടിൽ നിന്ന് വല്ലതും ഒക്കെ കൊടുത്തു തീർന്നു, വല്ലതും ബാക്കിയുണ്ടോ? ഒരു കുറക് മാത്രം, അതിന്റെ ഒരു തുടയുടെ ഭാഗം മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ തീർന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലല്ല, ഒരു കുറകാണ്, അല്ലെങ്കിൽ ആ കാലിന്റെ ഭാഗമാണ് തീർന്നത്, അതേ സമയത്ത് കൊടുത്തതെല്ലാം ശേഷിച്ചു എന്നാ. അതായത് സദക്ക ചെയ്തത് നമ്മുടെ അക്കൗണ്ടിൽ ഒരു വലിയ നന്മയായി ക്രെഡിറ്റ് ആയി കിടക്കുന്നു, അതേ സമയത്ത് നമ്മൾ തിന്നു തീരുന്നത് അതോടുകൂടെ തീർന്നില്ലേ, മറ്റുള്ളവർക്ക് കൊടുത്തത് എന്നെന്നും നമുക്ക് നന്മയുടെ അക്കൗണ്ടിൽ വലിയൊരു അസറ്റായി നിലനിൽക്കും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് സക്കാത്ത് വളർച്ചയാണ് എന്ന് പറയുന്നതിന്റെ ഈ പ്രധാനപ്പെട്ട താല്പര്യമെന്ന് നമ്മൾ ചിന്തിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കണം, ഈ സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആ വ്യത്യാസം നിലനിൽക്കുമ്പോൾ തന്നെ ഉള്ളവന്റെ ആ സമ്പത്തിന്റെ സന്തോഷത്തിൽ ഇല്ലാത്തവന് കൂടി പങ്കാളിയാവാൻ സാധിച്ചുകൊണ്ട് ഇല്ലാത്തവന്റെ മനസ്സിന്റെ വേദനക്കൊരു ചെറിയ പരിഹാരം, അവന്റെ മനസ്സിന്റെ നോവിന് ഒരു ചെറിയ ആശ്വാസം എന്നത് കൂടി ബഹുമാനപ്പെട്ട ഇസ്ലാം ഇവിടെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സക്കാത്ത് എന്ന് പറയുന്ന വിഷയം അത് വസ്തുതാപരമായി നമ്മൾ മനസ്സിലാക്കണം. പലരും പല വിധത്തിൽ സക്കാത്തിനെ കാണുന്നുണ്ട്, പലരും പലതും ചെയ്തു കൂട്ടുന്നുണ്ട്.
പക്ഷെ അത് ഇസ്ലാമികമായി എങ്ങനെയൊക്കെയാണ് അതിന്റെ വിതരണവും അതേപോലെ തന്നെ എന്തിലൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്നും നമ്മുടെ യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു ചെറിയ ശ്രമം നമുക്ക് നടത്താം. ബാക്കി നാളെ ഇൻഷാ അല്ലാഹ്. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.